ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അവിടുത്തിൽ ആശ്രയിക്കും, ഭയപ്പെടുകയില്ല. ദൈവമായ കർത്താവാണ് എൻ്റെ ബലവും എൻ്റെ ഗാനവും, അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ഏശയ്യ 12-ാം 2 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ. പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിലേക്ക് യഥാർത്ഥ സ്നേഹം പലപ്പോഴും നാം കണക്കാക്കാത്ത വഴികളിലൂടെയാണ് കടന്നു വരുന്നത്. എല്ലാം സുഖമായിരിക്കുമ്പോൾ കൂടെ നിൽക്കാൻ ആളുകൾ പലരുമുണ്ടാകും. പക്ഷേ ജീവിതം കുരുക്കിലാകുമ്പോൾ, വേദനയും വിഷമവും നിറയുമ്പോൾ കൂടെ നിൽക്കുന്നവരുടെ എണ്ണം കുറയും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് യെശയ്യാ പ്രവാചകൻ ഒരു ഗീതത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഹൃദയമുറപ്പിക്കുന്ന, രക്ഷ ഓർമ്മിപ്പിക്കുന്ന, ഉണങ്ങിയ ജീവിതത്തിലേക്ക് സന്തോഷം ഒഴുക്കുന്ന ഒരു മനോഹര ഗാനം. ഈ ഗാനം ജീവിതത്തിൻ്റെ വേദന അറിയുന്ന ഒരു ഗാനമാണ്. പ്രവാസത്തിൻ്റെ നൊമ്പരങ്ങളും പരാജയങ്ങളുടെ കണ്ണീരും അതിൽ നിറഞ്ഞിരിക്കുന്നു. എന്നാലും ഈ ഗാനം നമ്മോട് ഉറച്ച സ്വരത്തിൽ പറയുന്നു, രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതം മുഴുവൻ ഉറപ്പുള്ളതല്ല. പരീക്ഷാഫലം, തകർന്ന ബന്ധങ്ങൾ, ജോലി, ആരോഗ്യം എല്ലാം ഒരുപാട് അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞവയാണ്. അപ്പോൾ സന്തോഷം നമ്മിൽ നിന്ന് വളരെ ദൂരെയായി പോയെന്ന് പലപ്പോഴും തോന്നിയെന്ന് വരാം. എല്ലാം നമ്മുടെ കയ്യിൽ അല്ലെന്ന് നാം തിരിച്ചറിയും. അത്തരം നിമിഷങ്ങളിലാണ് യേശയ്യ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഞാൻ ധൈര്യമുള്ളവനാകുന്നത് പ്രശ്നങ്ങൾ ഇല്ലാത്തതിനാലല്ല, കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം കൊണ്ടാണ്. നമ്മൾ ശക്തരായതുകൊണ്ടല്ല, നമ്മൾ ആശ്രയിക്കുന്ന കർത്താവ് ശക്തനും വിശ്വസ്തനുമായതിനാലാണ് നമുക്ക് ഉറപ്പുള്ളത്. യേശയ്യയുടെ വാക്കുകൾ ഒരു ജനതയ്ക്ക് നൽകിയ ആശ്വാസഗീതമാണ്. നഷ്ടവും കണ്ണീരും നിറഞ്ഞ കാലത്ത് അത് രക്ഷയുടെ വാഗ്ദാനമായിരുന്നു. മലമുകളിൽ നിന്ന് മുഴങ്ങിയ വിജയഗീതമല്ലത്, മരുഭൂമിയിൽ ദാഹിച്ചൊരു ജനത്തിൻ്റെ ഹൃദയത്തിൽ നിന്നുയർന്ന പ്രാർത്ഥനാ ഗീതമാണ്. അവർ അലഞ്ഞു, അവർ കരഞ്ഞു, അവർ വീണു, എന്നാലും കർത്താവ് അവരെ കൈവിടില്ലെന്ന ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. അത് അവരുടെ ദുഃഖത്തിനുള്ളിൽ മുഴങ്ങിയ സ്നേഹത്തിൻ്റെ സംഗീതമായിരുന്നു. സമരിയക്കാരി സ്ത്രീയെ കിണറിൻ അരികിൽ കണ്ട യേശു ജീവജലത്തെക്കുറിച്ച് പറഞ്ഞു, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവൻ പിന്നെ ഒരിക്കലും ദാഹിക്കുകയില്ല. ആ വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് ഒഴുകുന്ന ഉറവയായിരിക്കും. യോഹന്നാൻ 4:14. ഇത് ഒരു സാധാരണ ഉപമയല്ല. ലോകം നൽകാനാവാത്ത സമാധാനവും സന്തോഷവുമാണ് കർത്താവായ യേശു നമുക്ക് നൽകുന്നത്. പണവും സൗകര്യങ്ങളും നൽകുന്ന താൽക്കാലിക സന്തോഷമല്ലാതെ, കർത്താവ് എന്നെ സ്നേഹിക്കുന്നു, അവിടുന്ന് എൻ്റെ കൂടെയുണ്ട് എന്ന ഉറപ്പിൽ നിന്നുയരുന്ന ആന്തരിക ആനന്ദമാണത്. മരുഭൂമിയിൽ യാത്ര ചെയ്ത ഒരാൾ ഒരു ഉണങ്ങിയ കിണർ കണ്ടു. വെള്ളമില്ലെന്ന് തോന്നി. പക്ഷേ അവിടെ എഴുതിയിരുന്നു, ആഴത്തിൽ കുഴിക്കൂ, ഉറവ ഇവിടെ തന്നെയുണ്ട്. അവൻ അതുപോലെ ചെയ്തു. കഠിനമായി കുഴിച്ചു, ഒടുവിൽ ജലം കണ്ടെത്തി. യേശയ്യ ഇന്നും നമ്മോട് പറയുന്നത് ഇതുതന്നെയാണ്. പുറമേ കാണുന്നതിൽ മാത്രം ഒതുങ്ങരുത് പ്രിയ ദൈവജനമേ. ഉണങ്ങിയതുപോലെ തോന്നുന്ന ജീവിതത്തിൻ്റെ ഉള്ളിൽ തന്നെ രക്ഷയുടെ ഉറവ ഒളിഞ്ഞിരിക്കുന്നു. നാം അത് പുറത്തുനിന്ന് കാണുന്നില്ല എന്ന് മാത്രം. നൈമിഷിക സുഖങ്ങളിലാണ് നാം സന്തോഷം തേടേണ്ടത് എന്ന് ഒരിക്കലും കരുതരുത്. പലതും വിട്ടുകൊടുത്ത് കർത്താവിനെ ചേർത്ത് പിടിക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം വരുന്നത്. ഭയം നമ്മെ കീഴടക്കാതിരിക്കട്ടെ. നാളെ ചൊല്ലിയുള്ള ആകുലത നമ്മെ ഭരിക്കാതിരിക്കട്ടെ. നിരാശ നമ്മുടെ ജീവിതത്തിന് അവസാന വാക്കാകരുത്. ക്രിസ്തുവാണ് വിശ്വാസിയുടെ, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ആനന്ദത്തിൻ്റെ അടിസ്ഥാനം. അവിടുന്ന് സൗഖ്യദായകനും ആശ്വാസദായകനും മാത്രമല്ല, നിത്യ രക്ഷയും നമുക്ക് പ്രദാനം ചെയ്യുന്നു. ക്യാൻസർ ചികിത്സയിലായ മകൻ്റെ അരികിൽ ഒരു അമ്മ ഇരുന്ന് അവൻ്റെ കൈ പിടിച്ചിരുന്നെന്ന് ഞാൻ അത് കേൾക്കുമ്പോൾ, നമ്മൾ ആ സീൻ ഒന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ ഇപ്പോഴും എനിക്കതൊരു തേങ്ങലാണ്. കാരണം ഇതുപോലുള്ള പല സാഹചര്യങ്ങളും ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ കൂടെ കർത്താവ് അനുവദിക്കുന്നു. പലരും കടന്നു വരുന്നു, പലരും കടന്നു പോകുന്നു. ക്ഷീണത്തോടെ കിടന്നിരുന്ന ആ കുഞ്ഞ് അമ്മയെ നോക്കി പറഞ്ഞു, സാരമില്ല അമ്മേ, കർത്താവ് എൻ്റെ കൂടെയുണ്ട്. എന്നെ വളരെ അതിശയിപ്പിച്ച് പിടിച്ചു കുലുക്കിയ ഒരു വിശ്വാസം. ഇതാണ് പ്രിയ ദൈവജനമേ രക്ഷയുടെ സന്തോഷം. ഒരു കുഞ്ഞിന് ഇത് സാധ്യമാണ്. നിഷ്കളങ്കതയുടെ നിറവിൽ നിന്ന്. വേദന ഇല്ലെന്ന് നടിക്കുന്നതല്ല, വേദനയെ നേരിടാൻ ഉള്ളിൽ നിന്ന് ശക്തി ലഭിക്കുന്നതാണ്. ആനന്ദം എപ്പോഴും വലിയ ശബ്ദത്തോടെ വരണമെന്നില്ല. ജോലി ചെയ്യുമ്പോൾ ഉള്ളിലെ ശാന്തതയായി, ആശുപത്രി മുറിയിലെ പ്രത്യാശയായി, ഒരു മന്ദഹാസമായി അത് കടന്നു വരാം. നമ്മുടെ രക്ഷ ഒരു വെറും കോൺസെപ്റ്റോ ഫിലോസഫിയോ അല്ല.
നാം ഓരോ ദിവസവും കണ്ടുമുട്ടുന്ന യേശുക്രിസ്തു എന്ന വ്യക്തിയാണ് ആ രക്ഷ. ഇന്ന് എല്ലാം ഉടനടി ലഭിക്കണമെന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. പക്ഷേ ആനന്ദം വാങ്ങിക്കൂട്ടാനോ ഡൗൺലോഡ് ചെയ്യാനോ കഴിയുന്ന ഒന്നല്ല. കർത്താവിൻ്റെ സാന്നിധ്യം നിത്യമായി അനുഭവിക്കുന്നതിലാണ് യഥാർത്ഥ സന്തോഷം. അതൊരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന വ്യക്തിപരമായ അനുഭവമാണ്. രക്ഷ നാളെ സ്വർഗത്തിൽ മാത്രം കിട്ടാനുള്ളതല്ല പ്രിയ എൻ്റെ സഹോദരങ്ങളെ. ഇന്നത്തെ ജീവിതത്തിനുള്ള ഈ നിമിഷം നമുക്ക് ദൈവം തന്നിട്ടുള്ള ഈ നിമിഷത്തിനുള്ള വാഗ്ദാനമാണ്. ഒരു ഗ്ലാസ് വെള്ളം നാം സാവധാനം കുടിക്കുമ്പോൾ, ഇനിയും അത് ചെയ്യുമ്പോൾ ഒന്ന് ഓർക്കുക യേശയ്യയുടെ വാക്കുകൾ. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ ആനന്ദത്തിൻ്റെ ചെറിയ അടയാളങ്ങൾ എണ്ണി നന്ദി പറയാം. എത്രയോ പേർക്ക് അതില്ല. നമ്മൾ സ്വാർത്ഥരല്ലേ? സത്യമല്ലേ? ആ സന്തോഷം മറ്റൊരാളിലേക്കും പകരാൻ ശ്രമിക്കാം. നാം പ്രതീക്ഷിക്കാത്ത സ്ഥലത്തും സമയത്തുമാണ് ദൈവം ആനന്ദം നൽകുന്നത്. നമ്മുടെ രക്ഷ ഒരു പുൽക്കൂട്ടിൽ ജനിച്ച കുഞ്ഞിൽ നിന്നാണ് ആരംഭിച്ചത്. ആ ജീവജലത്തിൻ്റെ ഉറവ ഇന്നും വറ്റാതെ ഒഴുകുന്നു. ഒരു ചെറിയ വ്യക്തിപരമായ അനുഭവം പങ്കുവയ്ക്കട്ടെ. എനിക്കറിയാവുന്ന ഒരു ദൈവം അനുഗ്രഹിച്ച ഒരു കോടീശ്വരനായ ഒരു ചേട്ടനെ പരിചയപ്പെടാനായിട്ട് ദൈവം സാഹചര്യം ഒരുക്കി. ആ ചേട്ടൻ ജീവിതത്തിലെ ഒത്തിരി പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയി. ഇന്ന് ഒത്തിരി പേരെ സഹായിക്കുന്ന, ദൈവം ഒത്തിരി വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പുറത്ത് പോകാനായാലും അദ്ദേഹം നടന്നു പോവും, അല്ലെങ്കിൽ ഓട്ടോ പിടിക്കും, അതല്ലെങ്കിൽ ഒരു ടാക്സി പിടിച്ചു പോവും. മുൻപ് പല വാഹനങ്ങൾ ഓടിച്ചിരുന്ന ഒരു BMW 320D 34-35 ലക്ഷം രൂപ വരുന്ന വാഹനമാണ്. അതിൻ്റെ പല എഡിഷൻസിൽ പല വിലയുണ്ടാവും. അങ്ങനെ ഓടിച്ചിരുന്ന ഒരു മനുഷ്യനോട് കർത്താവ് നേരിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് അദ്ദേഹത്തെ പ്രത്യേകമായ ഒരു ദൗത്യത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയൊക്കെ മരിച്ചുപോയി. അദ്ദേഹത്തിന് എതിരായിട്ട് എല്ലാവരും നിലകൊണ്ടു. അദ്ദേഹം ഒരിക്കലും വിശ്വാസം കൈവിട്ടില്ല. തകർന്നു പോയ സാഹചര്യം ഉണ്ടായി. മക്കൾക്ക് പഠിക്കാൻ പോലും പൈസ ഇരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അറിയാൻ വയ്യാത്ത സ്ഥലത്തു നിന്ന് കർത്താവ് ദൂതന്മാരെ അയച്ച് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. ജോബിനെ പോലെ കടന്നുപോയ ആ വ്യക്തി ഇന്ന് കോടീശ്വരനായി ജീവിക്കുന്നു, ഒരു അഹംഭാവമില്ലാതെ. അദ്ദേഹം വളരെ സാധാരണക്കാരനായി പുറത്ത് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ വ്യക്തിയെ പരിചയപ്പെടാൻ കർത്താവ് എന്നെ അനുവദിച്ചു. അത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ആ വ്യക്തിയുടെ പേര് പറയാനായിട്ടും സ്ഥലം പറയാനായിട്ടും അനുവാദമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പേരും സ്ഥലവും പറയാത്തത്. ഈ കർത്താവിൻ്റെ മകനോട് ഞാനൊരു ചോദ്യം ചോദിച്ചു. ചേട്ടനൊരു മാരുതി ഓൾട്ടോയിലും വാങ്ങിക്കാമല്ലോ ഈ പ്രായത്തിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇത്രയായിരുന്നു: ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ സ്വാർത്ഥനാണ്, ഇപ്പോഴുമാണ്. അത് തിരിച്ചറിഞ്ഞ് ഞാൻ ഓരോ ദിവസവും വിശുദ്ധനാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വലിയൊരു പാപിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ ചുറ്റുമുള്ള എല്ലാ വ്യക്തികളും എൻ്റെ സഹോദരങ്ങളാണ് എന്ന് ചെറിയ വയസ്സിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള ബോധ്യം എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അത് മനസ്സിലായതിന് ശേഷം ഞാൻ തീരുമാനിച്ചു, എനിക്ക് വണ്ടിയുടെ ആവശ്യമില്ല. എത്രയോ പേർ എൻ്റെ സഹോദരങ്ങൾ സൈക്കിൾ പോലും ഇല്ലാണ്ട് കഷ്ടപ്പെടുമ്പോൾ ഞാൻ വില കൂടിയ വാഹനങ്ങളിലും ബൈക്കിലും കാറിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ അത് സ്വാർത്ഥപരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. എല്ലാവർക്കും യാത്ര ചെയ്യാൻ കാറും ബൈക്കും ഒക്കെ ഉള്ള സമയത്ത് എനിക്കൊരു കാറുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ലക്ഷറി അല്ലച്ചോ. എന്നാൽ ഇപ്പോൾ അതൊരു ലക്ഷറിയാണ്, അതിൻ്റെ ആവശ്യം എനിക്കില്ല. എന്നെ ഒരു നിമിഷം അത്ഭുതപ്പെടുത്തുകയും അതേപോലെ തന്നെ എനിക്ക് പറയാൻ വാക്കുകളില്ലാണ്ടിരുന്ന ഒരു നിമിഷമായിരുന്നു അത്. കർത്താവ് നൽകിയ വ്യക്തിപരമായിട്ടുള്ള ഒരു ബോധ്യത്തിൽ നിന്ന് ജീവിക്കുന്ന, ഓരോ ദിവസവും വിശുദ്ധിയിലേക്ക് ജീവിക്കുന്ന ഒരു വ്യക്തിത്വത്തെ കർത്താവ് തന്നെ പാകപ്പെടുത്തിയെടുത്തു. ജോബിനെ പോലെ ഇതുപോലെ ഒത്തിരി പേര് നമ്മുടെ ചുറ്റുമുണ്ട്. നമുക്ക് ഈ ക്രിസ്മസിലോട്ടുള്ള യാത്രയിൽ, ഈ ആഗമന കാലത്തിൽ നമുക്ക് നമ്മളെപ്പറ്റി വിചിന്തനം ചെയ്യാം. ഞാൻ കർത്താവെ കർത്താവെ എന്ന് മാത്രം വിളിക്കുന്ന വ്യക്തിയാണോ? യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കർത്താവുമായിട്ടുള്ള പേഴ്സണൽ എക്സ്പീരിയൻസ്, ആ സ്നേഹബന്ധം
എൻ്റെ ജീവിതത്തിലുണ്ടോ? ഇല്ലെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്ന മതിലുകളും വേലികളും നമുക്ക് ഇന്ന് തന്നെ പൊളിച്ചു നീക്കാം. നമ്മുടെ ബലഹീനമായ ജീവിത പാത്രങ്ങൾ പോലും ഈ കർത്താവായ ജീവജലത്തോടെ നിറയട്ടെ. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഉറവ നമ്മുടെ ആത്മാവിനെ ആനന്ദിപ്പിക്കട്ടെ. അത് നമ്മിൽ നിന്ന് അനേകരിലേക്ക് ഒഴുകട്ടെ. ഈ ചേട്ടനെ പോലെ നല്ലൊരു ക്രിസ്മസ് നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമ്പുഷ്ടമായി അനുഗ്രഹിക്കട്ടെ.